Hi all, I am Alfie Elizabeth Joseph, Assistant Professor to Pre Department SNIT Adur. So, ഞാൻ ഇന്ന് എടുക്കുന്നത് Advanced Control Theory Module 5 Describing Function of Saturation Nonlinearity ആണ്. Contents include the derivation of describing function of saturation nonlinearity. How systems with saturation nonlinearity can be analyzed. So we had already familiarized with the method for analysis of nonlinear system, that is describing function method. Now we are going to derive the describing function for saturation nonlinearity. So നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് derivation describing function of saturation nonlinearity. നമുക്കറിയാം saturation nonlinearity എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇത് ഇൻപുട്ട് വേഴ്സസ് ഔട്ട്പുട്ട് കർവ് ആണ്. നോക്കുക, ഇൻപുട്ട് കൂടി ഇൻപുട്ട് എസ് എത്തുമ്പോൾ ഔട്ട്പുട്ട് കെ എസ് എന്ന വാല്യൂ ആയി. ഇൻപുട്ടിന്റെ വാല്യൂ, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എക്സ്, ഇൻപുട്ടിന്റെ വാല്യൂ എസിനേക്കാൾ കൂടുമ്പോഴത്തേക്കും ഔട്ട്പുട്ട് ഒരു കോൺസ്റ്റന്റ് വാല്യൂ തന്നെയാണ്, അതായത് അത് സാച്ചുറേറ്റഡ് ആയി. ഫർദർ അത് ഇൻക്രീസ് ഒന്നും ഇല്ല. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ ഈസ് ലീനിയർ ഫ്രം എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു എസ് വരെ. ഈ റിലേഷൻ എന്താ? ഇത് ഇൻപുട്ടാണ്. ഇൻപുട്ട് വേരി ചെയ്യുന്ന അനുസരിച്ച് ഔട്ട്പുട്ട് ലീനിയർ ആയിട്ട് വേരി ചെയ്യുമായിരുന്നു. When input x is greater than s, സ്മോൾ ലെറ്റർ എക്സ് ഗ്രേറ്റർ ദാൻ എസ് ആവുമ്പം ഔട്ട്പുട്ട് എന്തായി? ഒരു സാച്ചുറേറ്റഡ് വാല്യൂ. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ് കെ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എസ് ആണെങ്കിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ. ടാൻ തീറ്റ ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡിന്റെ വാല്യൂ എസ് ആണ്. സോ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ് ഇൻറ്റു എസ്, ദാറ്റ് ഈസ് കെ ഇൻറ്റു എസ്. അതാണ് ഈ വൈ ഇന്റർസെപ്റ്റർ, അതായത് ഔട്ട്പുട്ടിന്റെ വാല്യൂ എത്രയായി? കെ ഇൻറ്റു എസ്. അതാണ് ഇവിടെ കാണിച്ചത്. ഇനി നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു സൈനസോയിഡൽ ആണ്. എക്സ് ഈക്വൽ ടു എക്സ് സൈൻ ഒമേഗ ടി. എക്സ് ഈക്വൽസ് എക്സ്, ഈ എക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ക്യാപിറ്റൽ എക്സ് ആണ്. എക്സ് സൈൻ ഒമേഗ ടി, വേർ എക്സ് ഈക്വൽ ടു മാക്സിമം വാല്യൂ ഓഫ് ഇൻപുട്ട്. ഇനി ഇവിടെ നോക്കുക, നമ്മൾ അത് അങ്ങോട്ട് വരച്ചു, സൈൻ വേവ് വരച്ചു. 0 to പൈ വരെ 3 സെന്റിമീറ്റർ വരയ്ക്കുക, പൈ ടു 2 പൈ വരെ 3 സെന്റിമീറ്റർ വെച്ച് വരയ്ക്കാം. ഇനി നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് എക്സ് ഈക്വൽ ടു എക്സ് സൈൻ ഒമേഗ ടി, ഇവിടുത്തെ ആക്സിസ് ഒമേഗ ടി, ഇത് എക്സ് തന്നെ. സോ ഈ എസിന്റെ അവിടെ നിന്ന് എക്സിന്റെ വാല്യൂ എസ് ആവുന്ന ആ ഡോട്ടഡ് ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്ത് ഈ വേവ് ഫോമിലെ 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. അതിൽ ഒന്നാമത്തെ പോയിന്റിന് ബിയും ഇത്രയും പൈ ആണ്. ഇവിടുന്ന് 0 to ബീറ്റ ഉള്ള ഡിസ്റ്റൻസ് തന്നെയാണ് പൈന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഇതെന്തുവാ? പൈ മൈനസ് ബീറ്റ എന്ന് എഴുതാം അല്ലേ? ഇതും ബീറ്റ തന്നെയാണ്. അപ്പൊ ടോട്ടൽ പൈന്ന് ബീറ്റ കുറയ്ക്കുന്നതാണ് ഇവിടെ എത്തുന്നത്. സോ ഇതിന്റെ ഇന്റർസെപ്റ്റ് എന്താ? പൈ മൈനസ് ബീറ്റ. ഇതിന്റെ കോർഡിനേറ്റ് എന്ത് വരും? ബീറ്റ. അതായത് ഒമേഗ ടി, ഇവിടെ ബീറ്റ, ഇവിടെ ഒമേഗ ടിയുടെ വാല്യൂ പൈ മൈനസ് ബീറ്റ. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്ക് റിലേഷൻ എഴുതാം. വെൻ ഒമേഗ ടി ഈക്വൽസ് ബീറ്റ, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുവാണ്. വെൻ ഒമേഗ ടി ഈക്വൽസ് ബീറ്റ, എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തുവാ? എസ് ആണ് അല്ലെ? സ്മോൾ എക്സ് ഈക്വൽ ടു എസ്. അതായത് എക്സ്, നമുക്കൊരു റിലേഷൻ അറിയാം, എന്തുവാ? എക്സ് സൈൻ ഒമേഗ ടി. therefore എക്സ് ഈക്വൽ ടു എസ് എന്ന് എഴുതി എക്സ് ഇൻറ്റു സൈൻ ബീറ്റ ഈക്വൽസ് എന്തെന്ന് എഴുതാം? ഒമേഗ ടിയുടെ വാല്യൂ എന്തായിരുന്നു? ബീറ്റ ഈക്വൽസ് എസ്, ക്യാപിറ്റൽ എസ്. അതിൻ്റെ അകത്ത് നിന്ന് എന്ത് എഴുതാം? സൈൻ ബീറ്റ ഈക്വൽസ് എസ് ബൈ എക്സ്. അതിൽ നിന്ന് എന്ത് എഴുതാം? ബീറ്റ ഈക്വൽസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എക്സ്. സോ അത്രയും വരെ നമ്മൾ എത്തി. സോ പ്രീവിയസ്ലി നമ്മൾ കണ്ടു ഒമേഗ ടിയുടെ വാല്യൂ ബീറ്റ ആയപ്പം എക്സിന്റെ വാല്യൂ എസ്. സോ എക്സ് സൈൻ ഒമേഗ ടി ഈക്വൽ ടു എസ്, അതായത് എക്സ് സൈൻ ഒമേഗ ടിയുടെ വാല്യൂ ബീറ്റ, എക്സ് സൈൻ ബീറ്റ ഈക്വൽ ടു എസ്. അതിൻ്റെ അകത്ത് നിന്ന് ബീറ്റ ഈക്വൽ സൈൻ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എക്സ് എന്ന റിലേഷൻ കിട്ടി. ഇവിടെ നോക്കുക, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ സംഭവിക്കുന്ന തന്നെയാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് വരുന്നത്. നെഗറ്റീവിൽ മൈനസ് എസ് വന്നു, അതിന് നേരെ ഡോട്ടർ ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെയും വരും ഇവിടെയും വരും. സോ ഇത് പൈ ആണ്, ഇത്രയും ഡിസ്റ്റൻസ് ബീറ്റ ആണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ്, ടോട്ടൽ കോർഡിനേറ്റ് എന്ത് ചെയ്താൽ പൈ പ്ലസ് ബീറ്റ. ഇത് 2 പൈ ആയിരുന്നു, 2 പൈന്ന് ബീറ്റ കുറച്ചാണ് ഇവിടെ എഴുതുന്നത് 2 പൈ മൈനസ് ബീറ്റ. ഇതിന്റെ ജസ്റ്റ് മിറർ ഇമേജ് പോലെ തന്നെ ഇവിടെ കിട്ടുന്നത്. സോ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഔട്ട്പുട്ടിന് ഇനി ഇത്
ഔട്ട്പുട്ട് വേഴ്സസ് ഇൻപുട്ട്. ഇത് ഇൻപുട്ട് എക്സ് വേഴ്സസ് ഒമേഗ ടി. ഇനി നമുക്ക് ഇവിടെ ആക്സിസ് വരുന്ന ഔട്ട്പുട്ട് വൈ വേഴ്സസ് ഒമേഗ ടി ആണ്. സോ ഇത് മാർക്ക് ചെയ്തേക്കണം. ഇവിടെ ഒമേഗ ടി, ഇവിടെ വൈ. സോ ഔട്ട്പുട്ടിനെ നമുക്ക് 3 റീജിയൻസ് ആക്കി മാറ്റാം ഇൻ എ പീരീഡ് ഓഫ് പൈ. സോ ഇത് നോക്കുകയാണ് 0 to പൈ നോക്കുമ്പോൾ നമുക്ക് 3 രീതിയിലാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ 0 to പൈ ഇൻ്റർവെലിനെ 3 റീജിയൻ ആക്കി. നോക്കിക്കേ, ആദ്യത്തേത് 0 to ബീറ്റ. അപ്പം when 0 less than or equal to omega t less than or equal to beta, അതിന് കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂ എന്താ? വൈ എന്ന് പറയുന്ന ഈ വാല്യൂ ആണ്. y ഈക്വൽസ് സ്ലോപ്പ് അപ്പോഴും എന്താ? സ്ലോപ്പ് കോൺസ്റ്റന്റ് k ആണ്. ഈ ഓരോ വാല്യൂ എന്തോ ചെറിയ x ആണ് അല്ലെ? ഇവിടെ x ഈക്വൽ ടു 1 ആണ്, ഇവിടെ x ഈക്വൽ ടു 3. ഇവിടെ മാത്രം എക്സിന്റെ വാല്യൂ s ആണ്. ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് k ഇൻറ്റു എസ് എന്നത്. അപ്പൊ ഈ ഓരോ വേരിയിങ് ആയിട്ടുള്ള ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇൻപുട്ടിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എക്സ്, സ്മോൾ ലെറ്റർ എക്സ്. സോ y ഈക്വൽ ടു സ്ലോപ്പ് k ഇൻറ്റു അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? y എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്. സോ അതെന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ. സ്ലോപ്പ് ഈക്വൽസ് ഇത് ബൈ ഇതായിരുന്നു. സോ ഈ വാല്യൂ കിട്ടണമെങ്കിൽ സ്ലോപ്പ് ഇൻറ്റു ഈ വാല്യൂ. ഈ വാല്യൂ ഇവിടം വരെയുള്ള റേഞ്ചിൽ എന്തുവാ? സ്മോൾ ലെറ്റർ എക്സ് ആണ്. സോ y ഈക്വൽ ടു k ഇൻറ്റു എക്സ് for 0 less than or equal to omega t less than or equal to beta. അപ്പോൾ ഒന്നാമത്തെ റീജിയന്റെ വാല്യൂ കിട്ടി. ഇനി അടുത്ത റീജിയൻ നോക്കുക, ബീറ്റ തൊട്ട് പൈ മൈനസ് ബീറ്റ വരെ. അപ്പൊ ബീറ്റ തൊട്ട് പൈ മൈനസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിന് ശേഷം വൈന്റെ വാല്യൂ എന്തായി? k ഇൻറ്റു എസ്. അതാണ് y ഈക്വൽ ടു k ഇൻറ്റു എസ് where beta less than or equal to omega t less than or equal to pi minus beta. അങ്ങനെയാണ് മൂന്നാമത്തെ ഇന്റർവെൽ എന്ത് വരും? പൈ മൈനസ് ബീറ്റ തൊട്ട് പൈ വരെ അല്ലേ? സോ ആ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ വീണ്ടും ഏത് റീജിയനാ? ഇങ്ങോട്ട് തന്നെ വന്നു. സോ അതെന്തായി? വൈയുടെ വാല്യൂ ദാറ്റ് വിൽ ബി ഈക്വൽ ടു k ഇൻറ്റു എക്സ്. ഓർക്കുക, ഇവിടം വരെ ഇൻപുട്ട് എക്സ് വേരി ചെയ്ത് പോയി. അതുകൊണ്ടാണ് സ്ലോപ്പ് ഇൻറ്റു ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എക്സ് വന്നു. ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ എന്താ? എക്സിന്റെ വാല്യൂ എസ് തന്നെയാണ്, നമുക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ എത്തിയപ്പോൾ വൈയുടെ വാല്യൂ k ഇൻറ്റു എസ് എന്ന് വന്നത്. നെക്സ്റ്റ് നോക്കുക, നമുക്ക് വേണ്ടത് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ആണ്. ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ കണ്ടുപിടിച്ചതാണ് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷന്റെ ജനറൽ ഫോർമുല kn ഓഫ് ക്യാപിറ്റൽ എക്സ് ബ്രാക്കറ്റിനകത്ത് എക്സ് കോമ ഒമേഗ ഈക്വൽസ് y1 ബൈ എക്സ് എന്നാണ്. y1 എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ ഔട്ട്പുട്ടിന്റെ ഫണ്ടമെന്റൽ ഹാർമോണിക് കമ്പോണന്റിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്നാണ്. സോ y1 അതായത് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ kn ഓഫ് എക്സ് കോമ ഒമേഗ ഈക്വൽസ് y1 ബൈ എക്സ് ആണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ്. ആംഗിൾ φ1 അതാണ് ഫേസ്. സോ y1 എന്ന് പറഞ്ഞാൽ എന്തുവാ? റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയറും φ1 എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് b1 ബൈ a1. where y1 എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫണ്ടമെന്റൽ ഹാർമോണിക് കമ്പോണന്റ് ഓഫ് ഔട്ട്പുട്ട് ആൻഡ് φ1 ഈസ് ഫേസ് ഷിഫ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ ഹാർമോണിക് കമ്പോണന്റ് ഓഫ് ഔട്ട്പുട്ട് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട്. ഇൻപുട്ടിനോടനുബന്ധിച്ചുള്ള ഔട്ട്പുട്ടിന്റെ ഫേസ് ഷിഫ്റ്റ്, ഔട്ട്പുട്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് y1. സോ ഇനി നമുക്ക് നോക്കാം, ഇത് നമ്മൾ ഇതേപോലെ വരച്ചു കേട്ടോ. ഔട്ട്പുട്ട് y വേഴ്സസ് ഒമേഗ ടി ആണ്. 0 to ബീറ്റ വരെ വൈയുടെ വാല്യൂ k ഇൻറ്റു എക്സ് ആണ്. അത് വേരി ചെയ്ത് വന്നു. ബീറ്റ തൊട്ട് പൈ മൈനസ് ബീറ്റ വരെ വൈയുടെ വാല്യൂ k ഇൻറ്റു എസ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ. പിന്നെ പൈ മൈനസ് ബീറ്റ തൊട്ട് പൈ വരെ നമ്മൾ കണ്ടുപിടിച്ചത് എന്താ? വീണ്ടും k ഇൻറ്റു സ്മോൾ ലെറ്റർ എക്സ്. ഇതിന്റെ മിറർ ഇമേജ് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. പൈ പ്ലസ് ബീറ്റ വരെ k ഇൻറ്റു എക്സ്, പൈ പ്ലസ് ബീറ്റ തൊട്ട് 2 പൈ മൈനസ് ബീറ്റ വരെ ഒമേഗ ടി വേരി ചെയ്യുമ്പോൾ എത്ര വന്നു? k ഇൻറ്റു എസ് വന്നു. വീണ്ടും 2 പൈ മൈനസ് ബീറ്റ തൊട്ട് 2 പൈ വരെ എത്ര വന്നു? ഇത് 2 പൈ ആണ്, ഇതാണ് 2 പൈ മൈനസ് ബീറ്റ. എത്ര വന്നു? k ഇൻറ്റു സ്മോൾ ലെറ്റർ എക്സ്. സോ അത്രയും നമ്മൾ എഴുതി. ഇനി നമ്മൾ നോക്കുമ്പം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഹാഫ് വേവും ക്വാർട്ടർ വേവ് സിമെട്രിയും ഉണ്ട് അല്ലെ? ഹാഫ് വേവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മിഡിൽ നോക്കി ഇത് നോക്കിയാൽ മതി, ഹാഫ് വേവ് സിമെട്രിയാണ്. അതേപോലെ ക്വാർട്ടർ വേവ് എന്ന് പറഞ്ഞാൽ 1/4 എടുത്ത് നോക്കാം. സോ അത് നോക്കിക്കേ, എന്താ? സിമെട്രിക്കല. സോ അങ്ങനെ സിമെട്രി ഉള്ളതുകൊണ്ട് നമുക്ക് b1 എന്ന് പറയുന്നത് 0യും b1 ഇല്ല, b1 ഈക്വൽ ടു 0 ഫോർ ഹാഫ് വേവ് ആൻഡ് ക്വാർട്ടർ വേവ് സിമെട്രിക്. നോക്കുക, ക്വാർട്ടർ വേവ് എന്ന് പറയാൻ കാരണം ഇതിന്റെ 0 to 90 തൊട്ടുള്ളത് അതിന്റെ മിറർ ഇമേജ് ബാക്കി വരുന്നത് അല്ലേ? ജസ്റ്റ് റിപ്പീറ്റിംഗ്.
സോ അതുകൊണ്ടാണ് ഹാഫ് വേവ് ആൻഡ് ക്വാർട്ടർ വേവ് സിമെട്രി പറഞ്ഞത്. അപ്പോൾ B1 0. അങ്ങനെയാണ് A1ന്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാ. 2/2π എന്നായിരുന്നു അവിടെ എഴുതിയത്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു 2π എന്ന് പറഞ്ഞാൽ അതെന്തുവാ, ടൈം പീരിയഡ് ആണ്, പീരിയഡ് ഓഫ് റെപ്പിറ്റേഷൻ ആണ്. അപ്പോൾ 2 നമ്മളിപ്പോൾ ക്വാർട്ടർ വേവ് സിമെട്രി എടുത്തപ്പോൾ ഇവിടെ എത്രയാ, ഒമേഗയുടെ വാല്യൂ π/2 ആണ്. അപ്പോൾ പീരിയഡ് 0 to π/2യുടെ ജസ്റ്റ് റിപ്പീറ്റിംഗ് ആണ് π/2 തൊട്ട് π വരെ. അത് തന്നെയാണ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. സോ ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു, π/2. സോ 2/t ഇന്റഗ്രൽ 0 to t by sin omega t d omega t എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ടിയുടെ സ്ഥാനത്ത് എന്ത് വന്നു, π/2 വന്നു. 2/π/2 ഇന്റഗ്രൽ 0 to π/2 by sin omega t d omega t അല്ലേ. സോ അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനി നോക്കിക്കേ, 0 to π/2 തന്നെ ഔട്ട്പുട്ടിന് രണ്ട് വാല്യൂ ആണ്. ഇവിടെ രണ്ട് ഇന്റർവെല് തരുന്നുണ്ട്. 0 to ബീറ്റ വരെ വൈയുടെ വാല്യൂ എന്താ, k ഇൻറ്റു സ്മോൾ ലെറ്റർ എക്സും, ബീറ്റ തൊട്ട് π/2 വരെ വൈയുടെ വാല്യൂ എന്താ, k ഇൻറ്റു എസും. ശ്രദ്ധിക്കേണ്ടത് ഈ ആക്സിസ് മാർക്ക് ചെയ്ത് വെക്കണം, വൈയും ഇതെന്തോ ഒമേഗ ടിയും. സോ A1 വീണ്ടും നമ്മൾ എഴുതി 2/π/2 നമുക്ക് എങ്ങനെ എഴുതാം, ഈ 2 മുകളിൽ വന്നു. അപ്പോൾ 4/π. 0 to π/2 ഇന്റർവെലിനെ ഏതായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, 0 to ബീറ്റ, ഇന്റഗ്രൽ 0 to ബീറ്റ ബൈ സ്മോൾ ലെറ്റർ y ഇൻറ്റു സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി പ്ലസ് ഇന്റഗ്രൽ ബീറ്റ ടു π/2 എന്ത് വരും, y സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. സോ അതിന്റെ വെളിയിലായിരുന്നു 4/π. ഇൻഡിവിജ്വലി ഓരോ ഇന്റഗ്രലിനും 4/π കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് വൈയുടെ വാല്യൂ ഈ ഇന്റർവെല്ലിൽ 0 to ഈ y എന്ന് പറഞ്ഞാൽ എന്താ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ്. അപ്പൊ അത് വേരി ചെയ്യും. 0 to ബീറ്റയിൽ വൈയുടെ വാല്യൂ എന്താ, k ഇൻറ്റു സ്മോൾ ലെറ്റർ എക്സ് ആണ്. സോ A1 ഈക്വൽസ് 4/π ഇന്റഗ്രൽ 0 to ബീറ്റ k ഇൻറ്റു സ്മോൾ ലെറ്റർ എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ, അത് സൈൻ ആണ്. സോ എക്സ് ഇൻറ്റു സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി പ്ലസ് 4/π ഇന്റഗ്രൽ ബീറ്റ ടു π/2. ബീറ്റ തൊട്ട് π/2 വരെ നമ്മൾ മുമ്പ് എഴുതിയതാ. ഇന്റർവെല്ലിൽ എന്തുവാ വൈയുടെ വാല്യൂ, k ഇൻറ്റു എസ്. സോ വൈക്ക് വരെ എന്തിട്ട് കൊടുത്തു, k ഇൻറ്റു എസ് ഇൻറ്റു സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. സോ പ്രീവിയസ്ലി നമ്മൾ ഇവിടം വരെ പറഞ്ഞു നിർത്തി. A1 ഈക്വൽസ് 4/π ഇന്റഗ്രൽ 0 to ബീറ്റ y സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി പ്ലസ് 4/π ഇന്റഗ്രൽ ബീറ്റ ടു π/2 y സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. ഇനി 0 to ബീറ്റയുടെ വൈയുടെ വാല്യൂ k ഇൻറ്റു സ്മോൾ ലെറ്റർ എക്സ് ഇൻറ്റു ഇവിടുത്തെ സൈൻ ഒമേഗ ടി അതേപോലെ എഴുതി ഡി ഒമേഗ ടി പ്ലസ് 4/π ഇന്റഗ്രൽ ബീറ്റ ടു π/2 അവിടെ വൈയുടെ വാല്യൂ k ഇൻറ്റു എസ് ഈ സൈൻ ഒമേഗ ടി എഴുതി. ഇനി ഈ സ്മോൾ ലെറ്റർ എക്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, അതിന് പകരം എന്ത് എഴുതാം, എക്സ് സൈൻ ഒമേഗ ടി. ഈ എക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ്. Therefore A1 ഈക്വൽസ് 4k/π ഇന്റഗ്രൽ 0 to ബീറ്റ k ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്തുവാണ്, ക്യാപിറ്റൽ എക്സ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഈ സൈൻ ഒമേഗ ടി വീണ്ടും എഴുതി ഡി ഒമേഗ ടി പ്ലസ് ഈ k ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്. സോ അതിനെ ഇന്റഗ്രലിന്റെ വെളിയിലെടുത്തു. 4 ഇൻറ്റു k ഇൻറ്റു എസ് ബൈ പൈ ഇന്റഗ്രൽ ബീറ്റ ടു π/2 പോയിട്ട് എന്തുണ്ട്, സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4k ഇൻറ്റു ഈ എക്സ് എന്ന് പറഞ്ഞാലും മാക്സിമം വാല്യൂ അത് ഒരു കോൺസ്റ്റന്റ് ആണ്. സോ കെയും എക്സും വെളിയിലോട്ട് എടുത്തു. 4k ഇൻറ്റു എക്സ് ബൈ പൈ ഇന്റഗ്രൽ 0 to ബീറ്റ സൈൻ ഇൻറ്റു സൈൻ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ഒമേഗ ടി പ്ലസ് 4k ഇൻറ്റു എസ് ബൈ പൈ ഇന്റഗ്രൽ ബീറ്റ ടു π/2 സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. So 4kx by pi integral 0 to beta sin square d omega t plus 4ks by pi beta to π/2 sin omega t d omega t. ഇനി sin square theta നെ നമുക്ക് എന്ത് എഴുതാം, നമുക്ക് d omega t അറിയാവുന്ന ഐഡന്റിറ്റിയുടെ ഫോമിലോട്ടാക്കണം. sin square theta നെ എങ്ങനെ എഴുതാം, 1 minus cos 2 theta by 2 എന്ന് എഴുതാം. സോ തീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ എന്തോ ഒമേഗ ടി. സോ sin square theta പകരം എന്ത് എഴുതാം, 1 minus cos 2 into omega t all divided by 2 d omega t plus 4ks by pi integral beta to π/2 sin omega t d omega t. ഇവിടുത്തെ ഇന്റഗ്രൽ നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ ഇവിടുത്തെ ഒരുമിച്ച് എഴുതാൻ വേണ്ടി എഴുതിയെന്നുള്ളൂ. ഇനി ദാറ്റ് ഈക്വൽസ് ഈ 2 വെളിയിലോട്ട് പോയി. അപ്പോൾ ഈ 4ഉം 2ഉം ക്യാൻസൽ ആയി പോയിട്ട് എന്ത് വന്നു, ന്യൂമറേറ്ററിൽ 2 വന്നു. 2kx by pi ഇൻറ്റു
1 ആണ്. ഇന്റഗ്രൽ ഓഫ് 1 d omega t എന്ന് പറഞ്ഞാൽ ഒമേഗ ടി ആണ്. സോ അതായത് ഒമേഗ ടി മൈനസ് കോസ് 2 ഒമേഗ ടിയുടെ ഇന്റഗ്രൽ എന്താ സൈൻ 2 ഒമേഗ ടി ബൈ 2. അതാണ് ഈ എഴുതിയത്. സൈൻ 2 ഒമേഗ ടി ബൈ 2 ലിമിറ്റ്സ് കൊടുക്കുന്നു 0 to ബീറ്റ പ്ലസ് 4ks ബൈ പൈ. ഇന്റഗ്രൽ ഓഫ് സൈൻ തീറ്റ എന്താ മൈനസ് കോസ് തീറ്റ. സോ ഇന്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്ത് എഴുതി മൈനസ് കോസ് ഒമേഗ ടി ഇന്റർവൽ അപ്ലൈ ചെയ്യുന്നു ബീറ്റ ടു പൈ ബൈ 2. ദാറ്റ് ഈക്വൽസ് 2kx ബൈ പൈ ഇൻറ്റു ആദ്യമേ അപ്പർ ലിമിറ്റ് കൊടുത്തു ഒമേഗ ടിക്ക് വരെ എന്ത് കൊടുത്തു ഇവിടെ ഡി ഒമേഗ ടി ആണ്. സോ ഈ ഒമേഗ ടിക്ക് പകരമാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഒമേഗ ടിക്ക് വരെ എന്ത് കൊടുക്കും ബീറ്റ മൈനസ് സൈൻ 2 ബീറ്റ ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് എത്ര വന്നു 0 മൈനസ് മൈനസ് പ്ലസ് സൈൻ 2 ഇൻറ്റു 0 സൈൻ 0യുടെ വാല്യൂ 0 ആണ്. സോ ഈ രണ്ട് ടേം മാത്രമേ അവിടെ നിന്ന് കിട്ടുന്നുള്ളൂ. പ്ലസ് 4kx ബൈ പൈ മൈനസ് ഓഫ് കോസ് പൈ ബൈ 2 പിന്നെ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആയി. അപ്പം എന്തോന്നു പ്ലസ് കോസ് ബീറ്റ ദാറ്റ് ഈക്വൽസ് 2kx ബൈ പൈ ഇൻറ്റു ബീറ്റ മൈനസ് സൈൻ 2 ബീറ്റ ബൈ 2 പ്ലസ് 4ks ബൈ പൈ ഇൻറ്റു കോസ് ബീറ്റ. ഇവിടെ എസ് ആണ്, ഇവിടെ ക്യാപിറ്റൽ എക്സ് ആണ്, മാറിപ്പോലെ. പ്രീവിയസ്ലി നമുക്ക് കിട്ടിയത് y ഈക്വൽസ് 2kx ബൈ പൈ ഇൻറ്റു ബീറ്റ മൈനസ് സൈൻ 2 ബീറ്റ ബൈ 2 പ്ലസ് 4k ബൈ പൈ ഇൻറ്റു എസ് ഇൻറ്റു കോസ് ബീറ്റ എന്നായിരുന്നു. അപ്പം നമ്മൾ കാരണം കോസ് 90 ആയി പോയിട്ട് കോസ് ബീറ്റ ഉള്ളായിരുന്നു. ഇനി ഇവിടെ ഉണ്ടായിരുന്ന എസ്സിന് പകരം എന്തിട്ട് കൊടുത്തു നമ്മളൊരു റിലേഷൻ ഉണ്ടാക്കിയായിരുന്നു എക്സ് സൈൻ ബീറ്റ എന്ന ഒരു ഇക്വേഷൻ ഏറ്റവും ആദ്യമേ കൊടുത്തായിരുന്നു അല്ലേ. ഒമേഗ ടി ബീറ്റ ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു എസ്, അതിൻ്റെ അകത്ത് നിന്ന് എക്സ് സൈൻ ബീറ്റ ഈക്വൽസ് എസ് എന്ന് കൊടുത്തിട്ട് ഇങ്ങനെ കിട്ടി എസ് ഈക്വൽ ടു എക്സ് സൈൻ ബീറ്റ. സോ അതിവിടെ ഇട്ട് കൊടുത്തു എക്സ് സൈൻ ബീറ്റ ഇൻറ്റു കോസ് ബീറ്റ എന്ന് കൊടുത്തു. സോ ദെയർഫോർ 2kx ബൈ പൈ ഇൻറ്റു ബീറ്റ മൈനസ് സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ സൈൻ 2 ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ 2 സൈൻ ബീറ്റ ഇൻറ്റു കോസ് ബീറ്റ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 4k ഇൻറ്റു ഇപ്പം എന്തായിട്ട് വന്നു മാക്സിമം വാല്യൂ ആണ് ഈ എക്സ് എക്സ് ബൈ പൈ സൈൻ ബീറ്റ കോസ് ബീറ്റ വീണ്ടും എഴുതി. സോ ദാറ്റ് ഈക്വൽസ് ഇതിൻ്റെ അകത്ത് നോക്കിക്കേ ഇവിടെ 2kx ബൈ പൈ ഉണ്ട്, ഇവിടെ 4kx ബൈ പൈ ഉണ്ട്. സോ 2kx ബൈ പൈനെ കോമൺ എടുത്തു പോയിട്ട് ഇതിൻ്റെ ബ്രാക്കറ്റിലുള്ള അതേപടി എഴുതുക ബീറ്റ മൈനസ് ഈ 2ഉം ക്യാൻസൽ ആയിപ്പോയി. ഇത് ഈ ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ആയിരുന്നു, അത് ഇൻറ്റു 2 ആയതുകൊണ്ട് ഇതായിപ്പോയി. അല്ലാതെ ഇത് ഈ ആംഗിളിൻ്റെ അല്ല കേട്ടോ, ഫുൾ ടേമിൻ ഡിവൈഡ് ബൈ 2 ആണ്. സോ അതുകൊണ്ടാണ് ക്യാൻസൽ ആയിപ്പോയത്. സോ ബീറ്റ മൈനസ് സൈൻ ബീറ്റ കോസ് ബീറ്റ പ്ലസ് ഇവിടെ ഒരു 2 ഉണ്ട് പോയിട്ട് എത്ര 2 വരണം 2 ഇൻറ്റു സൈൻ ബീറ്റ കോസ് ബീറ്റ എഴുതി. സോ ഈ സൈൻ ബീറ്റ ഇതും കൂടെ ക്യാൻസൽ ആയി പോയിട്ട് വന്നപ്പോൾ 2kx ബൈ പൈ ഇൻറ്റു ബീറ്റ പ്ലസ് സൈൻ ബീറ്റ കോസ് ബീറ്റ എന്ന് ഇവിടെ ഒന്ന് കുറവ് വന്നു. ഇക്വേഷൻ കൊടുത്തു y1 ഈക്വൽസ് റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ. a1ൻ്റെ വാല്യൂ കിട്ടി പോയിട്ട് എന്ത് കിട്ടി a1 ദാറ്റ് ഈസ് 2kx ബൈ പൈ ഇൻറ്റു ബീറ്റ പ്ലസ് സൈൻ ബീറ്റ കോസ് ബീറ്റ. 5ൻ്റെ ഇക്വേഷൻ എന്താ ടാൻ ഇൻവേഴ്സ് b1 ബൈ a1. ഇവിടെ ഹാഫ് വേവും ക്വാർട്ടർ വേവ് സിമെട്രി ഉള്ളതുകൊണ്ട് b1 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ടാൻ ഇൻവേഴ്സ് 0 തന്നെയാണ്. ദെയർഫോർ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ ഓഫ് സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി. ഓരോ നോൺ ലീനിയാരിറ്റിക്ക് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ ഈ ഡെറിവേഷനും പഠിക്കണം. ഇതെല്ലാ തവണ എക്സാമിന് ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരിക്കൽ സാച്ചുറേഷൻ ചോദിച്ചാൽ അടുത്ത തവണ ഡെഡ് സോണിൻ്റെ ചോദിക്കും, ചിലപ്പോൾ റിലേഡ് ചോദിക്കും. കഴിഞ്ഞ തവണ ഡെഡ് സോൺ വിത്ത് സാച്ചുറേഷൻ ചോദിച്ചു, പക്ഷെ അത് സിലബസ് ഇല്ല, ഒരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഫൈനലി സാച്ചുറേഷൻ എഴുതിയവർക്കും ഡെഡ് സോൺ എഴുതിയവർക്കും മാർക്ക് കൊടുക്കുമായിരുന്നു ചെയ്തത്. സോ നിങ്ങൾ ഇത് നന്നായിട്ട് പഠിക്കണം, ഡെറിവേഷനും പഠിക്കണം. ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് അതിൻ്റെ ഓറായിട്ട് വരുന്നത്. സോ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ kn ഓഫ് എക്സ് കോമ ഒമേഗ ഈക്വൽസ് y1 ബൈ എക്സ് ആംഗിൾ φ1. സോ kn ഓഫ് എക്സ് ഇത് ക്യാപിറ്റൽ എക്സ് ആണ്, കോമ ഒമേഗ ഈക്വൽസ് എങ്ങനെ എഴുതാം y1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 2k ബൈ പൈ ഇൻറ്റു എക്സ് ഉണ്ടായിരുന്നു. ആ എക്സ് ഡിവൈഡഡ് ബൈ ഈ എക്സും കൂടെ ആയപ്പോൾ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ 2k ബൈ പൈ ഇൻറ്റു ബീറ്റ പ്ലസ് സൈൻ ബീറ്റ കോസ് ബീറ്റ ആംഗിൾ ഫേസ് ആംഗിൾ എത്ര 0 ഡിഗ്രി. ഇതാണ് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഓഫ് സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി. നമ്മൾ
മുമ്പേ കൺക്ലൂഡ് ചെയ്ത ഇത് എന്നൊക്കെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഈക്വൽസ് 2k by pi ബീറ്റ പ്ലസ് സൈൻ ബീറ്റ കോസ് ബീറ്റ. ഇനി പ്രോബ്ലം ചെയ്യാൻ നേരത്ത് കുറച്ചുകൂടെ വേറൊരു റിലേഷൻ കൂടെ ഒന്ന് കണ്ടുപിടിക്കുന്നതാണിത്. ഇതുവരെയാണ് മെയിൻലി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇത് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് കൂടുതൽ ഐഡൻറ്റിഫൈ അല്ല റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയാണ്, കുറച്ചുകൂടെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ എക്സ്പ്രഷൻസ് കൊടുത്തത്. സോ ഡിപ്പെൻഡിങ് ഓൺ ദ മാക്സിമം വാല്യൂ ഓഫ് ഇൻപുട്ട് എക്സ് the describing function can be written as അല്ലെ, ഈ എക്സും ഇവിടുത്തെ എക്സും കൂടെ ക്യാൻസൽ ആയി പോയതുകൊണ്ടാണ് ഇവിടെ എക്സ് ഇല്ലാഞ്ഞത്. ഇനി ഇഫ് എക്സ് ലെസ് ദാൻ എസ്, അപ്പം ബീറ്റയുടെ വാല്യൂ എന്താ, π/2 ആ. therefore kn of x, ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ, sin 90 1 ആണ്, cos 90 എന്തുവാ 0 ആണ്. സോ 2k by pi into ബീറ്റ എന്ന് വന്നതിന് ബീറ്റയുടെ വാല്യൂ എന്താ, π/2. സോ പൈയും പൈയും പോയി, ടൂം പോയി, ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ എന്തായിട്ട് മാറി, k ആയിട്ട് മാറി. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ എസ് എന്ന് പറഞ്ഞാൽ വല്ലതും കട്ട് ചെയ്യാനുണ്ടോ, ഇല്ല. അപ്പോൾ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 2k by pi ബീറ്റ പ്ലസ് സൈൻ ബീറ്റ കോസ് ബീറ്റ തന്നെ. ഇനി നമുക്ക് ഓൾറെഡി കിട്ടിയ ഒരു റിലേഷൻ എസ് ഈക്വൽ ടു എക്സ് സൈൻ ബീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ബീറ്റ ഈക്വൽ ടു എസ് ബൈ എക്സ്. സോ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സൈൻ ബീറ്റ എസ് ബൈ എക്സ് എന്നാണ്. സോ ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസ് 1 ആയിട്ട് എടുക്കുക. സോ എസ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്. അങ്ങനെയാണെങ്കിൽ കോസ് ബീറ്റ എങ്ങനെ എഴുതാം, ഈ വാല്യൂ കിട്ടണമെങ്കിൽ എന്താ, റൂട്ട് ഓഫ് ഇത് എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണെങ്കിൽ ബി സ്ക്വയർ എങ്ങനെ കിട്ടും, ഹൈപ്പോട്ടിന്യൂസ് റൂള്, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ, അതായത് റൂട്ട് ഓഫ് 1 മൈനസ് എസ് ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ. അതാണ് എന്ത്, കോസ് ബീറ്റ. കാരണം ഇവിടെ നമുക്ക് കോസ് ബീറ്റ ഉണ്ട്, അതുകൊണ്ടാണ് അതിനെ അറിയാവുന്ന ടേംസ് എസ് എക്സ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനാണ് ഇങ്ങനെ കണ്ടുപിടിച്ചത്. സോ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ kn of x, ഒമേഗ ഈക്വൽസ് 2k by pi ഇൻറ്റു ബീറ്റയ്ക്ക് വരെ എന്ത് ചെയ്താൽ സൈൻ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എക്സ്, എല്ലാം എസിന്റെ എക്സിന്റെ ടേംസിൽ എഴുതുവാണ്, അതിനു വേണ്ടിയാ പ്ലസ്. അടുത്തത് എന്താ, സൈൻ ബീറ്റ. സൈൻ ബീറ്റ എന്ന് പറയുന്നത് എന്ത് തന്നെയാ, എസ് ബൈ എക്സ് ഇൻറ്റു കോസ് ബീറ്റയ്ക്ക് വരെ എന്ത് ചെയ്താൽ റൂട്ട് ഓഫ് 1 മൈനസ് എസ് ബൈ എക്സ് ഹോൾ സ്ക്വയർ. ഇത് ഏത് കണ്ടീഷനിലാ, മെൻ എക്സ് ഗ്രേറ്റർ ദാൻ എസ് എന്നുള്ള കണ്ടീഷനിലാണ് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഇത് കിട്ടുന്നത്. എക്സ് ലെസ് ദാൻ എസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു കെ തന്നെ ആയിരിക്കും. സോ നമ്മൾ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഓഫ് സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി ആണ് ഇപ്പോൾ പഠിച്ചത്. ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ പ്രോബ്ലത്തിന് വേണം ഈ റിലേഷനും അറിഞ്ഞിരിക്കണം. So conclusion, in this section we have derived the describing function for saturation nonlinearity and it is obtained as kn of x, omega equals 2k by pi into beta plus sin beta into cos beta. This is the describing function for saturation nonlinearity. That's all for today's section. Thank you.